പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ ആയിരുന്നു. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ പറയുന്നത്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ദിസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ്. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ എഫ്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഈസ് എ antiderivative of f, that is f dash equal to small f, that is antiderivative. Capital F antiderivative of f ആണ്. Okay, that is നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, integral of f dz this equal to capital F എന്ന് പറയും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് കിട്ടും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്മോൾ എഫ് കിട്ടും. ഇപ്പൊ എഫ് എന്നുള്ളത് ആന്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലേ? എഫ് എന്തായിരിക്കണം? നമ്മുടെ ഡി എന്ന റീജിയനിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫ് എന്നുള്ളത് ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ഡി ആണ്. ദെൻ ഫോർ എനി സി, ക്ലോസ്ഡ് ഒന്നും പറയുന്നില്ല അല്ലേ? ദാറ്റ് ഈസ് സെഡ് നോട്ട് എന്ന പോയിന്റ് മുതൽ സെഡ് വൺ എന്ന ഒരു കോണ്ടൂർ എടുക്കുകയാണെങ്കിൽ, കർവ് എടുക്കുകയാണെങ്കിൽ, ഇതിന്റെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായിരിക്കും? ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ് ടു. സാധാരണ നമ്മൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലേ? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ ലിമിറ്റ് ഉണ്ടായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് വൺ എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇതാണ് ചെയ്യുക അല്ലേ? ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ എന്താ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ എഫ് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ്, അതിനെ അപ്പർ ലിമിറ്റും ദാറ്റ് ഈസ് സെഡ് നോട്ട് സെഡ് വൺ എഴുതും. നെക്സ്റ്റ് എഫ് ഓഫ് സെഡ് വൺ. ഇതിന്റെ കറക്റ്റ് പ്രൂഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് കൂടി ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം നിങ്ങളോട് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലാസ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടുണ്ടായില്ല. അതുകൂടി എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: evaluate the following. Evaluate the following integral where C is any contour from z equal to 0 to z is equal to 1 plus I. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്താണ് സീറോ? കോംപ്ലക്സ് നമ്പർ സീറോ പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാണ് അല്ലേ? ഇതാണ് സീറോ. എന്നാൽ 1 പ്ലസ് ഐ പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന പോയിന്റാണ് അല്ലേ? ദാറ്റ് ഈസ് ഇതാണ് സി, ഇതാണ് സി അല്ലേ? ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എന്താ ഇവാലുവേറ്റ് ചെയ്യണ്ടേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ z സ്ക്വയർ ഡി സെഡ്. രണ്ടാമത്തത് ഇന്റഗ്രൽ ഇ പവർ പൈ സെഡ് ഡി സെഡ് ഓവർ സി. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? നമ്മൾ തൊട്ട് മുന്നേ ഫണ്ടമെന്റൽ തിയറം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് കിട്ടുകയാണെങ്കിൽ, എഫ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ സ്മോൾ എഫ് എന്താണ്? സ്മോൾ എഫ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. കറസ്പോണ്ടിങ് ക്യാപിറ്റൽ എഫ് എന്തിനും? ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു ദാറ്റ് ഈസ് സെഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. കാരണം ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സ്മോൾ എഫ് കിട്ടുന്നുണ്ട്, അതാണ് ആന്റി ഡെറിവേറ്റീവ് അല്ലേ? ഇതിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 3z സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ z സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഫണ്ടമെന്റൽ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റഗ്രൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് ആന്റി ഡെറിവേറ്റീവ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്? z ക്യൂ ഡിവൈഡഡ് ബൈ 3. therefore നിങ്ങൾ എഴുതേണ്ടത് that is where f equal to small f equal to z square and antiderivative of f equal to z cube by 3. then by fundamental theorem f of z1 എന്താണ് z1? that is 1 plus I, that is 1 plus I minus f of 0.
രണ്ടും നമുക്കറിയാം അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ ദാറ്റ് ഈസ് 1 പ്ലസ് ഐ ഹോൾ ക്യൂബ് ബൈ 3 മൈനസ് 0 എടുത്തു കഴിഞ്ഞാൽ 0 അല്ലേ? ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ. ഇത് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ ക്യൂബ് നമുക്കറിയാം അല്ലേ? ദാറ്റ് ഈസ് എ ക്യൂബ് നെക്സ്റ്റ് പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി നെക്സ്റ്റ് പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു ബി സ്ക്വയർ നെക്സ്റ്റ് പ്ലസ് ബി ക്യൂബ് അല്ലേ? ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം ഐ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് -1 ഐ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് -1 ഐ ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാലോ അഗൈൻ ഐ സ്ക്വയറിന്റെ കൂടെ ഐ ഇൻറ്റു ചെയ്ത് ദാറ്റ് ഈസ് മൈനസ് ഐ എന്ന് കിട്ടും അല്ലേ? therefore സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തായി? 1 പ്ലസ് 3i നെക്സ്റ്റ് ഇവിടെ -3 നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്യും? -i എന്ന് വരും. ദാറ്റ് ഈക്വൽ കാരണം ഐ ക്യൂബ് മൈനസ് ഐ ആണ്. therefore ഇവിടെ 1 plus 1 minus that is -2 next plus 2i എന്ന് കിട്ടും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ആൻസറുമായി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണേ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഒരു 1/3 ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ 1/3 വരും. ദാറ്റ് ഈസ് ഇവിടെയും 1/3 വരും. ദാറ്റ് ഈസ് ഈ ഫൈനൽ ആൻസർ വരും ഇതേ ഇൻറ്റു 1/3. ദാറ്റ് ഈസ് 2 പുറത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വരും ദാറ്റ് ഈസ് -2/3 നെക്സ്റ്റ് 1 മൈനസ് ഐ വരും 1 മൈനസ് ഐ. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു എ പവർ പൈ ഇസഡ് അല്ലേ? ദാറ്റ് ഈസ് എഫ് എന്താണ്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി ഇ പവർ പൈ ഇസഡ് ഡി ഇസഡ് അല്ലേ? സെഡ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സെഡ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് Z1 ഈക്വൽ ടു 1 പ്ലസ് ഐ. എന്താണ് ക്യാപിറ്റൽ എഫ്? വേർ എഫ് ഈക്വൽ ടു സ്മോൾ എഫ് ഈക്വൽ ടു ഇ പൈ സെഡ് ആണ്. ക്യാപിറ്റൽ എഫ് ദാറ്റ് ഈസ് ഇതിനെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഇ പൈ സെഡ് ഡിവൈഡ് ബൈ പൈ. അപ്പോൾ ഇതാണ് എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ഈ ക്യാപിറ്റൽ എഫ്. ഇനി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ബൈ ഫണ്ടമെന്റൽ തിയറം ഇന്റഗ്രൽ ഓവർ സി ഇ പവർ പൈ സെഡ് ഡി സെഡ് ദിസ് ഈക്വൽ ടു ഇ പവർ പൈ സെഡ് ഡിവൈഡ് ബൈ പൈ ഇന്റഗ്രൽ 0 ടു 1 പ്ലസ് ഐ. 1/π പുറത്തേക്ക് എടുക്കാം അല്ലേ? 1/π പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ പൈ. ബാക്കി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുവരും? ഇ റേസ് ടു പൈ ഐ പ്ലസ് അല്ലെങ്കിൽ 1 പ്ലസ് ഐ മൈനസ് 1 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇ റേസ് ടു 1 ഡിവൈഡ് ബൈ പൈ ഇ റേസ് ടു പൈ പ്ലസ് ഐ പൈ നെക്സ്റ്റ് -1 എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് 1/π. ഇതിനെ നമുക്ക് പോളാർ ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ എന്ന ഫോമിലാണ്. അപ്പോൾ ഇതിനെ ഇ റേസ് ടു പൈ ഇൻറ്റു ഇ റേസ് ടു ഐ പൈ -1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/π ഇൻറ്റു എന്താണ് ഇ റേസ് ടു പൈ എന്താണ് ഇ റേസ് ടു ഐ പൈ. നമുക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പൈ വന്നു കഴിഞ്ഞാൽ കോസ് പൈ പ്ലസ് ഐ ഇൻറ്റു സൈൻ പൈ. ഐ ഇൻറ്റു സൈൻ പൈ 0 ആയി പോകും അല്ലേ? ബാക്കി കോസ് പൈ -1 ആണ്. therefore -1 therefore മൈനസ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം അല്ലേ? ദാറ്റ് ഈക്വൽ ടു -1/π ഇ റേസ് ടു പൈ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും. ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. ഇനി കോഷി ഇന്റഗ്രൽ ഫോർമുലയിൽ എന്താണ് കോഷി ഇന്റഗ്രൽ ഫോർമുല? that's equal to integral over c z f of z divided by z minus z naught whole power n plus 1 dz. എന്താണ് ആൻസർ? that is 2 pi I divided by n factorial nth derivative of f at z naught. ഇതാണ് കോഷി ഇന്റഗ്രൽ ഫോർമുല. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ
ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് നിങ്ങൾ ബാക്കി ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. Integrate following functions in the counterclockwise direction around the circle. Mod z is equal, that is integrate ചെയ്യണം. Mod z is equal to 3/2 e raised to z divided by z minus 1 whole square into z square plus 4 dz. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ജസ്റ്റ് ചെറിയൊരു മീറ്റിംഗ് വന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയതായിരുന്നു. അപ്പോൾ ഇവിടെ മോഡ് z is equal to 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സർക്കിള്? 1/2 റേഡിയസ് ഉള്ള സർക്കിൾ അല്ലേ? 3/2 ആണ് 1.5 റേഡിയസ് ഉള്ള സർക്കിൾ. ദാറ്റ് ഈസ് 1 2 3 1 2 3 1 2 3 1 2 3 1.5 റേഡിയസ് ഉള്ള സർക്കിൾ. ദാറ്റ് ഈസ് ഇതാണ് സർക്കിൾ. ഇനി നമ്മുടെ ഫംഗ്ഷനിൽ ഏതാണ് സിംഗുലർ പോയിന്റ് ഏതൊക്കെ വരിക? സിംഗുലർ പോയിന്റ് ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് അല്ലേ? ദാറ്റ് ഈസ് z minus 1 whole square into z square plus 4 equal to 0 വരുന്ന പോയിന്റ്. ദാറ്റ് ഈസ് z minus 1 into z minus 1 into z square plus 4 equal to 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? z is equal to 1 ഒരു സിംഗുലർ പോയിന്റ്. നെക്സ്റ്റ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാലോ z square plus 4 equal to 0, z square equal to minus 4, that implies z is equal to plus or minus root 2i എന്ന് എഴുതേണ്ടി വരും അല്ലേ? അപ്പോൾ 2i യും z is equal to 2i യും z is equal to minus 2i യും സിംഗുലർ പോയിന്റ്. പക്ഷേ ഈ 2i minus 2i യും ഇതാ കിടക്കുന്നത് അല്ലേ? ഇമാജിനറി ആക്സിലെ പോയിന്റ്സ് ആണെന്ത് 2i എന്താ ഇമാജിനറി y ആക്സിലെ പോയിന്റ്സ് ആണെന്ത് ഇമാജിനറി പാർട്ടായിട്ട് വരും. അപ്പോൾ 2i minus 2i ഈ രണ്ട് പോയിന്റും എവിടെയാണ്? നമ്മുടെ റീജിയന്റെ പുറത്താണ്. therefore നമുക്ക് ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ റീ അറേഞ്ച് ചെയ്ത് എഴുതാം? അനലിറ്റിക് ആയിട്ടുള്ള പാർട്ടിനൊക്കെ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു മോഡ് z is equal to 3/2 e raised to z divided by z square plus 4 all divided by z minus 1 whole square dz. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഫംഗ്ഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. മീനിങ് എവിടെയും മിസ്റ്റേക്ക് വന്നിട്ടില്ല അല്ലേ? ഇതിനെ നേരെ ഇതിന്റെ താഴേക്ക് എഴുതി. നമ്മൾ ന്യൂമറേറ്ററിക് അല്ല എഴുതിയത്. ഇതിനെ ചുമ്മാ ന്യൂമറേറ്ററിക് എടുത്ത് എഴുതാൻ പറ്റില്ല. നമ്മൾ ചെയ്തത് e power z divided by this all divided by this. അപ്പൊ ഇതിനെ താഴെ ഇങ്ങോട്ട് ഇറക്കി എഴുതി കഴിഞ്ഞാൽ താഴെ തന്നെ കിട്ടി അല്ലേ? ഇനി ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് എഫ് ഓഫ് സെഡ്. അപ്പൊ നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എഫ് ഓഫ് സെഡ് കോഷ്യന്റൈൽ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 4. എന്താണ് സിംഗുലർ പോയിന്റ്? സെഡ് നോട്ട് ഈക്വൽ ടു 1 അല്ലെ? ഇത് രണ്ടും സിംഗുലർ പോയിന്റ് അല്ല, ഇത് മാത്രമേ സിംഗുലർ പോയിന്റ് ഉള്ളൂ നമ്മുടെ റീജിയനിൽ. ഇനി എന്താണ് ഇവിടുത്തെ ഓർഡർ 2 ആയതുകൊണ്ട് ദാറ്റ് ഈസ് n+1 ഈക്വൽ ടു 2. എന്താണ് n+1? ദാറ്റ് ഈസ് ഫോർമുല ഇതാണ്. ഞാൻ ഇവിടെ എഴുതാം ഫോർമുല. ക്ലോസ് ഇന്റഗ്രൽ ഓവർ c എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഹോൾ പവർ n+1 dz. ദിസ് ഈക്വൽ ടു n 2πi ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ nth ഡെറിവേറ്റീവ് ഓഫ് f അറ്റ് z നോട്ട്. ഇവിടെ n+1 എന്താ? ഡിനോമിനേറ്റർ നോക്കി കഴിഞ്ഞാൽ n+1 എന്താ? n+1 ഈക്വൽ ടു 2. ഫ്രം ദീസ് n ഈക്വൽ ടു 1 എന്ന് കിട്ടും. therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 2πi ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 ഫാക്ടോറിയൽ. നെക്സ്റ്റ് എഫിനെ എഫ് എന്നുള്ള ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യണം അല്ലേ? എന്താണ് എഫ്? ഇതിന്റെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്തായി? denominator into derivative of numerator minus numerator into derivative of denominator divided by denominator square z square plus 4 whole square. ഇനി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഉണ്ട്? z നോട്ടിലാണ് വേണ്ടത്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇവിടെ e എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 1 പ്ലസ് 4e. നെക്സ്റ്റ് മൈനസ് ഇവിടെ e ഇൻറ്റു 2 into 1 that is 2.
divided by denominator 5 square എന്ന് എഴുതേണ്ടി വരും അല്ലേ. that is this equal to this equal to 5 that is 3e divided by 5 square, 3e divided by 5 square, that's equal to 25. that equal to അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി അല്ലേ. that is ഇതേ into 3e divided by 25, that's equal to 6 pi ei divided by 25. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വിട്ടുപോയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവാലുവേറ്റ്. ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ z ക്യൂബ് മൈനസ് z dz. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? ഇവിടെ സി തന്നിട്ടുണ്ട്, വേർ സി is the circle with the radius 1 and center 1/2. that is ഇതാണ് സർക്കിൾ അല്ലേ. സെന്റർ 1/2, 1 2 3, സെന്റർ 1/2, റേഡിയസ് 1. അപ്പോൾ ഇങ്ങനെ വരും, 1/2 കൂടിയും പാസ് ചെയ്യും, ഇവിടുത്തെ -1/2 കൂടിയും പാസ് ചെയ്യും. അപ്പോൾ ആ റേഡിയസ് കംപ്ലീറ്റ് എന്ത് വരിക? 1 എന്ന് വരിക. സോറി, റേഡിയസ് that is 1/2, 1, next 3/2, next 2, -1/2, -1, -3/2, etc. സെന്റർ 1/2, സെന്റർ 1/2, റേഡിയസ് 1. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യാം അല്ലേ, ഇതിലൂടെയും പാസ് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് സിംഗുലർ പോയിന്റ്. ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ്, ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, z ക്യൂബ് മൈനസ് z ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ഇതിനൊന്ന് ജസ്റ്റ് മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് z ഇൻറ്റു z സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് z ഇൻറ്റു z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഏതൊക്കെയാണ് സിംഗുലർ പോയിന്റ്? z is equal to 0, അത് സിംഗുലർ പോയിന്റ് ആണ്, നമ്മുടെ അകത്താണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ z is equal to 0 ഒരു സിംഗുലർ പോയിന്റ് ആണ്. ഇനി z is equal to -1 സിംഗുലർ പോയിന്റ് അല്ല അല്ലേ. z is equal to അപ്പോൾ ഈ ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലേക്ക് വേണമെങ്കിൽ എടുത്ത് എഴുതാം. ഇനി അടുത്തത് z is equal to 1. അപ്പോൾ z is equal to 1 എന്താണ്, സിംഗുലർ പോയിന്റ്. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ എഴുതാം. പക്ഷേ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്വോഷ്യന്റിൽ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ എന്താവണം? z മൈനസ് ഡിനോമിനേറ്ററിൽ z മൈനസ് z നോട്ട് ഓൾ പവർ സംതിങ് ആയിരിക്കണം. അപ്പോൾ ഇതിനെ മുകളിലേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരിക? അതും കൂടെ എഴുതാം. ഇതിനെ മുകളിലേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ മൈനസ് 1/3 ഓൾ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് z പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് z ഇൻറ്റു z മൈനസ് 1 എന്ന് വരും അല്ലേ, ഇൻറ്റു dz. ഇപ്പോൾ വേണമെങ്കിൽ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുള്ള ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരിക? തന്നിട്ടുള്ള ടേമിനെ ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ, എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫോമിലാണ്. 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1. ഇതിനെ നമ്മൾ ചെയ്യുന്നത് a ഡിവൈഡഡ് ബൈ z പ്ലസ് b ഡിവൈഡ് ബൈ z മൈനസ് 1 എന്ന് എഴുതും. എന്നിട്ട് ത്രൂ ഔട്ട് ഇവിടുത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യും അല്ലേ. അപ്പം എന്ത് വരും? 1 ഈക്വൽ ടു ഇവിടുത്തെ ഡിനോമിനേറ്റർ, ഇവിടുത്തെ എന്താണോ ഡിനോമിനേറ്റർ അതിനെ ഈക്വേഷൻ കംപ്ലീറ്റ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെട്ടിപ്പോവും. ഇവിടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതിലെ z ഈ z ക്യാൻസലും ബാക്കി എന്തായിരിക്കും? a ഇൻറ്റു z മൈനസ് 1 പ്ലസ് ബി, ഇവിടെയും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ z മൈനസ് 1 ക്യാൻസൽ ചെയ്യും, ബാക്കി എന്തുണ്ട്? മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. ഒന്നുകൂടി എഴുതാം, അതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ.
ഇവിടുത്തെ ഈ ടേമിനെ ഇക്വേഷന്റെ ഈ സൈഡിലും ഈ സൈഡിലും ഇൻറ്റു ചെയ്യാണ്. അപ്പം എന്ത് വരും? Z ഇൻറ്റു Z മൈനസ് 1 ഡിവൈഡ് ബൈ Z ഇൻറ്റു Z മൈനസ് 1. ദാറ്റ് ഈസ് ദിസ് ഇൻറ്റു ഈക്വൽ ടു A ഇൻറ്റു Z മൈനസ് 1 ഇൻറ്റു Z ഡിവൈഡ് ബൈ Z പ്ലസ് B ഇൻറ്റു Z മൈനസ് 1 ഇൻറ്റു Z ഡിവൈഡ് ബൈ Z മൈനസ് 1. അപ്പോൾ ഈക്വൽ സൈഡിന്റെ ഈ സൈഡിൽ എന്തെങ്കിലും ഗുണിച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലും ഗുണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ ഈ സൈഡിൽ എന്ത് ചെയ്തു? Z ഇൻറ്റു Z മൈനസ് 1 ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ, ഇവിടെ 1 ആയി. ഇതിലെ ഈ ടേം ക്യാൻസൽ ചെയ്തു, A ഇൻറ്റു Z മൈനസ് 1 ആയി. ഇവിടെ Z മൈനസ് 1 ക്യാൻസൽ ചെയ്തു, ദാറ്റ് ഈസ് B ഇൻറ്റു Z ആയി അല്ലേ? B ഇൻറ്റു Z ആയി. ഇനി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ Z വാല്യൂസ് കൊടുക്കാം. Z 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് 1 ഈക്വൽ ടു മൈനസ് A എന്ന് കിട്ടും. ഫ്രം ദിസ് A ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. Therefore A യുടെ വാല്യൂ കിട്ടി. ഇനി B യുടെ വാല്യൂ കിട്ടണമെങ്കിലോ? B യുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ A ഇവിടുന്ന് പോകണം അല്ലേ? A പോകണമെങ്കിൽ Z എന്ത് കൊടുക്കണം? Z 1 കൊടുക്കണം അല്ലേ? ദാറ്റ് ഈസ് പുട്ട് Z is equal to 1. അപ്പം എന്തായി? 1 ഈക്വൽ ടു B. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ കിട്ടി. A യുടെ വാല്യൂ -1, B യുടെ വാല്യൂ 1. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഇവിടെ Z സ്ക്വയർ മൈനസ് 1/3 1/3 ആയിരുന്നു അല്ലേ? ശരിയാണ്. 1/3 ഡിവൈഡഡ് ബൈ Z ക്യൂബ് മൈനസ് Z, അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ ദാറ്റ് ഈസ് Z പ്ലസ് 1. Z പ്ലസ് 1 ഇതിനെ നമുക്ക് ഈ 1 ഡിവൈഡ് ബൈ Z ഇൻറ്റു Z മൈനസ് നമുക്ക് എന്ത് എഴുതാം? -1 ഡിവൈഡഡ് ബൈ Z പ്ലസ് 1 ഡിവൈഡ് ബൈ Z മൈനസ് 1 എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ C f of Z dz ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇന്റഗ്രൽ വരും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ Z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ Z പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ മൈനസ് Z പ്ലസ് അടുത്തത് ക്ലോസ് ഇന്റഗ്രൽ ഓവർ C Z ക്യൂബ് Z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ Z പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ Z മൈനസ് 1. ഇവിടെയും എന്ത് ചെയ്യാം? ഇവിടുത്തെ സിംഗുലർ പോയിന്റ് Z is equal to 0 ആണ്. ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ഏതാ? Z is equal to 1 ആണ്. അപ്പോൾ ഓരോന്നിലും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് കോഷി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം അല്ലേ? ദാറ്റ് ഈസ് ഒന്നാമത്തെ ടേമിന് എന്ത് വരും? ഈ മൈനസ് ഞാൻ ഇവിടെ പുറത്തെഴുതി. ബാക്കിയുള്ളതിന് കോഷി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കുമ്പോൾ എന്താണ്? Z നോട്ട് ഈക്വൽ ടു ഇവിടുത്തെ സിംഗുലർ പോയിന്റ് 0 ആണ് അല്ലേ? Therefore എന്താണ് കോഷി ഇന്റഗ്രൽ ഫോർമുല? That is 2 pi I into f of 0. ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ? ഇനി ഇവിടെ കോഷി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? That is പ്ലസ് നെക്സ്റ്റ് 2 pi I into f of 1 that equal to minus 2 pi I. എന്താണ് ഇവിടെ f of 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആൻസർ വരും ഇത് 0 വരും, ഇത് 0 വരും, ബാക്കി എന്ത്? -1/3 എന്ന് വരും അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാലോ? ഇവിടെ 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതാണ് f of z. ഇവിടുത്തെ f of z ഇതും ഇവിടുത്തെ f of z ഇതുമാണ് അല്ലേ? ദാറ്റ് ഈസ് 2 pi I into 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 minus 1/3 all divided by 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ഒന്നാമത്തെ ടേം എന്ത് വരും? ദാറ്റ് ഈസ് ഇവിടെ -1/3 ഉണ്ട്, മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് 2/3 pi I എന്നും ഇവിടെ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 1 minus 1/3 that's equal to 2/3 എന്ന് വരും. That is plus 2/3 pi I വരും അല്ലേ? That's equal to common denominator. Therefore നമുക്ക് എന്ത് എഴുതാം? 4/3 pi I എന്ന് എഴുതാം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് കംപ്ലീറ്റ് പാർഷ്യൽ ചെയ്യാം. That is എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യും? Z ക്യൂബ് മൈനസ് 1/3 ഡിവൈഡ് ബൈ Z സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡ് ബൈ Z ക്യൂബ് മൈനസ് Z ആയിരുന്നു. ഇതിന് നമ്മൾ എങ്ങനെ എഴുതി? ദാറ്റ് ഈസ് Z ക്യൂബ് മൈനസ് 1/3 ഡിവൈഡഡ് ബൈ Z ഇൻറ്റു Z മൈനസ് 1 ഇൻറ്റു അല്ലെങ്കിൽ Z പ്ലസ് 1 ഇൻറ്റു Z മൈനസ് 1 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനെ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ Z പ്ലസ് B ഡിവൈഡഡ് ബൈ ഓക്കെ ഞാൻ ഇവിടെ എഴുതാം
അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഇവിടെ എഴുതാം. That is this equal to this. Therefore z cube minus 1 by 3 all divided by z into z plus 1 into z minus 1. ഇതിനെ നമുക്ക് a divided by z plus b divided by z plus 1 plus c divided by z minus 1 എന്ന് എഴുതാം. എന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് ഇതുകൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് z ക്യൂബ് മൈനസ് 1/3 ഈക്വൽ ടു ഇവിടെ ഈ ടേം ക്യാൻസൽ ചെയ്യുള്ളൂ അല്ലേ. ബാക്കി രണ്ട് ടേം ഉണ്ടാവും, z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1. ഇവിടെ b ഇൻറ്റു z മൈനസ് 1 ഉണ്ടായിരിക്കും, പ്ലസ് c ഇൻറ്റു z മൈനസ് z പ്ലസ് 1 ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഇവിടെ ഓരോ വാല്യൂ കൊടുക്കാം. z-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമും പോവും ഈ ടേമും പോവും അല്ലേ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പുട്ട് z is equal to 0. നിങ്ങൾക്ക് ഏതിന്റെ ആൻസർ കിട്ടുക, എയുടെ വാല്യൂ കിട്ടും. a ഈക്വൽ ടു നിങ്ങൾക്ക് 1/3 എന്ന് കിട്ടും. ഇനി z-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ടേം പോവും, ഈ ടേമും പോവും അതുപോലെ തന്നെ ഈ ടേം പോവും. അപ്പൊ സിയുടെ ഇക്വേഷൻ കിട്ടും, സിയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് c ഈക്വൽ ടു നിങ്ങൾക്ക് 1/3 കിട്ടും. സി കംപ്ലീറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ c ഈക്വൽ ടു 1/2 കിട്ടി, c എന്താ a ഈക്വൽ ടു 1/3 കിട്ടി. അതുപോലെ തന്നെ z-ന് -1 കൊടുത്തു കഴിഞ്ഞാലോ, -1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമും പോവും ഈ ടേമും പോവും. therefore c യുടെ വാല്യൂ ദാറ്റ് ഈസ് പുട്ട് z is equal to -1 അല്ലേ. പുട്ട് z is equal to -1. that implies b equal to 1/3 കിട്ടും. അപ്പോൾ എല്ലാ വാല്യൂ കിട്ടി, ഈ a കിട്ടി, b കിട്ടി, c കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സിംഗുലർ പോയിന്റേ ഉള്ളൂ. അതിൽ ഒരു ടേം 0 ആയി പോകും. കാരണം ഏത് ടേമാണ് 0 ആയി പോകുന്നത്, z is equal to ഈ ടേം 0 ആയി പോകും. കാരണം ഇവിടെ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. ബാക്കി ഇത് രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് തൊട്ട് മുന്നത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും രണ്ട് മെത്തേഡിലെ ഏത് മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവാലുവേറ്റ് ക്ലോസ് ഇന്റഗ്രൽ ഓവർ c 3z plus 1 divided by z into z minus 2 whole square dz, where c is the contour as shown in figure given below. That is താഴെ തന്നിട്ടുള്ള കോണ്ടൂർ ആണ് നമുക്ക് സി എന്ന കോണ്ടൂർ. ഓക്കെ, ദാറ്റ് ഈസ് 0 1 നെക്സ്റ്റ് 2. കർവ് വരുന്നത് ഇങ്ങനെയാണ് കർവ് വരുന്നത്. ദാറ്റ് ഈസ് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. കർവിന്റെ ഡയറക്ഷൻ ഇതിലൂടെ ഇങ്ങോട്ട് പോയി തിരിച്ച് ഇതിലൂടെ വന്ന് ഇങ്ങനെ. ഇത് സിമ്പിൾ കർവ് അല്ല. സിമ്പിൾ കർവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്റ്റ് ഒരിക്കലും ചെയ്യില്ല. ഇത് സിമ്പിൾ കർവാണ്, ഇത് സിമ്പിൾ കർവാണ് അല്ലേ. ഇത് സിമ്പിൾ കർവല്ല, ഇത് സിമ്പിൾ കർവല്ല. ഒരു പ്രാവശ്യം ഇന്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിൾ അല്ല. ഇതുവരെ എല്ലാ ഇതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ കർവ് ആണെങ്കിൽ. പക്ഷേ ഇവിടെ സിമ്പിൾ കർവ് അല്ല, ഇതെന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സെയിം കർവ് അതിനെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സിമ്പിൾ കർവ് അല്ല. ഇനി നമുക്ക് വേണ്ടത് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഏതൊക്കെയാണ് ഇതിന്റെ സിംഗുലർ പോയിന്റ് ചെക്ക് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. ദാറ്റ് ഈസ് ഡിനോമിനേറ്ററിലെ ടേം ഏതാണ്, z into z minus 2 whole square. ദാറ്റ് ഈസ് z is equal to 0യും z is equal to 2യും എന്താണ് ഇതിന്റെ സിംഗുലർ പോയിന്റ്. പക്ഷെ ഇത് സിമ്പിൾ കർവ് അല്ലാത്തത് കൊണ്ട് ഈ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സിംഗുലർ പോയിന്റ് ഉള്ളൂ അല്ലേ. ദാറ്റ് ഈസ് z is equal to 0. ഈ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സിംഗുലർ പോയിന്റേ ഉള്ളൂ, ദാറ്റ് ഈസ് 2. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുള്ളത്, നമ്മൾ എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സെലക്ട് ചെയ്യണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാം. ക്ലോസ് ഇന്റഗ്രൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നിട്ടുള്ള കർവ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇവിടെ ഇങ്ങോട്ടോ ഒരു ആരോ കാണാം. ഇങ്ങോട്ടാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, ഇങ്ങോട്ടാണെങ്കിൽ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. ഇന്റഗ്രൽ ഓവർ c 3z plus 1 divided by z
ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ്. പക്ഷെ നമ്മൾ കർവ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കർവും രണ്ട് സിംഗുലർ പോയിന്റ് വരുന്ന രണ്ട് ഭാഗവും രണ്ട് ഓറിയന്റേഷനാണ്. ഈ ഒരു ഓറിയന്റേഷൻ ഇത് നോക്കി, ഈ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതുപോലെ തന്നെ ഇതെടുത്തു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇതിന് വലിയ പ്രശ്നമല്ല, ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. പക്ഷെ ഇത് എങ്ങനെ ചെയ്യും? ഇതിനെ നമുക്കത് അറിയാം, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഈ സി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് സി ആണെങ്കിൽ അല്ലെ, സി പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മൈനസ് പറഞ്ഞ എന്താ? ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി 3z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1 z മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇതില് അല്ലെ, ഞാൻ ഈ C1 ഇതും C2 ഇതും വിളിക്കാൻ പോവാ. അപ്പോൾ C1 എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഞാൻ ഇങ്ങനെ എഴുതി, ക്ലോക്ക് വൈസ് ഇങ്ങനെ കൊടുത്തു. അപ്പൊ C1 ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. പ്ലസ് അടുത്ത ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി 3z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇതിനെ, ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ മൈനസ് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ എന്തായി? നെഗറ്റീവ് സി നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൈനസ് സി എന്ന് എഴുതാൻ മതി അല്ലേ. ഇവിടെ മൈനസ് സി നമ്മുടെ കർവില് സി ടി നമ്മൾ വാരി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുത്തു കഴിഞ്ഞാൽ എന്തായി? മൈനസ് സി ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്ലോസ് ഇന്റഗ്രൽ ഓവർ മൈനസ് സി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അവിടെ ഓറിയന്റേഷൻ കൗണ്ടർ ക്ലോക്കിനായി. ഓക്കെ, ദാറ്റ് ഈസ് 3z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ്. നെക്സ്റ്റ് പ്ലസ് ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി, അതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇന്റഗ്രൽ ഓവർ സി 3z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ ഡി സെഡ്. എന്താണ് മൈനസ് സി? ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി മൈനസ് സി എന്താണ്? നമ്മൾ പഠിച്ചു, പ്രോപ്പർട്ടിയിൽ പഠിച്ചു. ഇന്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇതെന്താണ്? മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓവർ സി ഈ എഫ് ഓഫ് സെഡ് ഡി സെഡ് അല്ലേ. ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. therefore അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore this equal to minus close integral over c 3z plus 1 divided by z into z minus 2 whole square dz plus integral over c close integral over c. ഇപ്പൊ രണ്ടെന്തായി? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയി. that is c 3z plus 1 divided by z into z minus 2 whole square dz ആയി. ഇനി ഇവാലുവേറ്റ് ചെയ്യണം. ഇനി വളരെ സിമ്പിൾ ആണ്. കാരണം ഫസ്റ്റ് ഒന്നാമത്തെ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ഏതൊക്കെയായിരുന്നു? ഇതിലെ സിംഗുലർ പോയിന്റ് z is equal to 0 z is equal to 2 ആണ് അല്ലേ. ഒന്നാമത്തെ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ C1 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സിംഗുലർ പോയിന്റേ ഉള്ളൂ അല്ലേ. therefore ഒരു സിംഗുലർ പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോഷ്യന്റ് ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം. ഇതിനെ എങ്ങനെ മാറ്റി എഴുതേണ്ടി വരും? മൈനസ് ഇന്റഗ്രൽ ഓവർ സി 3z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 2 ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ z ഇൻറ്റു ഡി സെഡ്. ഇനി രണ്ടാമത്തെ C2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ C1 ഇതിനെ C2 എന്ന് എഴുതുമ്പോൾ ഇവിടെ C1 ഇത് C2 അല്ലേ. ദാറ്റ് ഈസ് C1 പ്ലസ് ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഓവർ C2 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതാണ് സിംഗുലർ പോയിന്റ്? 2 ആണ് സിംഗുലർ പോയിന്റ്. therefore 2 ഓർഡറിലുള്ള സിംഗുലർ പോയിന്റ് അല്ലേ. that is 3z plus 1 divided by z all divided by z minus 2 whole square. ഇങ്ങനെ ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം? കോഷി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം. എന്താണ് ജനറൽ കോഷി ഇന്റഗ്രൽ ഫോർമുല? that is integral close integral over c e f of z divided by z minus z naught all power n plus 1 dz. this equal to 2 pi I divided by n factorial nth derivative of f at z naught. therefore ഇവിടെ എന്താണ്? ഒന്നാമത്തെ എടുക്കുമ്പോൾ c നോട്ട് എടുക്കുമ്പോൾ എന്താണ്? എഫ് ഓഫ് സെഡ്, ഇത്രയും ടേം എഫ് ഓഫ് സെഡ് അല്ലേ. എന്താണ് z നോട്ട്? ദാറ്റ് ഈസ് 0 ആണ് അല്ലേ. z മൈനസ് 0 എന്നാ. അപ്പൊ 0 ആണ് z നോട്ട്. therefore മൈനസ് 2 pi I ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടുത്തെ n? ഇവിടെ z മൈനസ് ഓൾ പവർ n പ്ലസ് 1 ആണ്. അപ്പോൾ n പ്ലസ് 1 ഈക്വൽ ടു 1 ആണ്. therefore n ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പൊ 0th ഡെറിവേറ്റീവ് ചെയ്താൽ മതി. that is 0 factorial 0th ഡെറിവേറ്റീവ് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ.
ആ ഫംഗ്ഷനിൽ എഫ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. പ്ലസ് ഇവിടെയോ ദാറ്റ് ഈസ് 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ ഇതാ അല്ലേ. ദാറ്റ് ഈസ് ഇവിടെയും 2πi ഇവിടെ n എന്താണ് 2 എന്നുള്ളത് n+1 ആണ്. n+1 ഈക്വൽ ടു 2 ദാറ്റ് ഇംപ്ലൈസ് n ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ. therefore എങ്ങനെ എഴുതും 2πi divided by 1 factorial. നെക്സ്റ്റ് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് 2 അല്ലേ, സിംഗുലർ പോയിന്റ് 2 ആയിരുന്നു. That's equal to 0 factorial equal to 1. That is f of 0 substitute ചെയ്താലോ ഇതാണ് f of z. ഇതിന് 0 substitute ചെയ്താൽ ഈ ടേം 0 വരും. താഴെ വരും 0 minus 2 whole square, that is 1 divided by 4 എന്ന് വരും അല്ലേ. That's equal to minus 2πi into 1 divided by 4 plus ഇവിടെയോ ഫസ്റ്റ് ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യണം എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നാൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം that is denominator into derivative of numerator minus numerator into derivative of denominator whole divided by denominator square, that is 3z minus 3z minus 1 divided by z square അല്ലേ. denominator into derivative of numerator minus numerator into derivative of denominator whole divided by denominator square. ശരിയാണ്. 3z ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്ത് വരും -1 into 1, that is -1 divided by z square. ഇവിടെ z square 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, that is 2πi divided by 1 factorial into -1/4 അല്ലേ. therefore നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഡിനോമിനേറ്റർ, that is minus 2πi divided by 4 minus 2πi divided by 4. Okay, therefore minus പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്തായി, മൈനസ് ഏതൊക്കെ പുറത്തേക്ക് എടുക്കാം, മൈനസ് സെയിം ടൈം അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആഡ് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് -4πi divided by 4 എന്ന് വരും അല്ലേ. ഫൈനൽ ആൻസർ ദാറ്റ് ഈസ് -5i. ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണം, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം, ആ തിയറം കൂടി എടുത്ത് നമുക്ക് നിർത്താം. ലെമ്മ, ദാറ്റ് ഈസ് കോഷി ഇൻഇക്വാളിറ്റി. Cauchy inequality statement. Suppose that a function is analytic inside and on a positively oriented circle CR centered at Z0 and with the radius capital R. If MR denotes the maximum value of f of Z on CR, then mod nth derivative of Z0 always less than or equal to n factorial into mr divided by r power n. എന്തൊക്കെയാണ് പറഞ്ഞുള്ളത്, നമുക്ക് എഫ് എന്നൊരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. എവിടെ പോസിറ്റീവ് ഓറിയന്റഡ് കർവ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമുക്ക് എന്തുണ്ട്, ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു കർവ് സി തന്നിട്ടുണ്ട് അല്ലേ. സർക്കിൾ ആണ്, റേഡിയസ് ആറും സെന്റർ Z0 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്, പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്. അതില് ഈ എഫ് എന്ന ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണ്. എഫ് എന്ന ഫംഗ്ഷൻ ഇതിന്റെ അകത്ത് എന്താണ്, നമ്മുടെ റീജിയനിലും റീജിയന്റെ അകത്തും എന്താണ്, അനലിറ്റിക് ആണ്. കർവിലും കർവിന്റെ അകത്തും അനലിറ്റിക് ആണ്. പിന്നെ MR ഒരു നമ്പർ ആണ്. MR ഡിനോട്ട് ദി മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ഓൺ CR.
ഈ സി ആറിൽ നമ്മൾ ഓരോ പോയിന്റ് എടുത്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ മാക്സിമം വാല്യൂ എന്താണോ അതാണ് എം ആർ. അപ്പോൾ എം ആർ പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എഫ് ഓഫ് സെഡ് ഓൺ സി ആറിന്റെ, ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് എടുക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, സി ആർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ്, ആർ റേഡിയസ് ഉള്ള കർവ്, ദാറ്റ് ഈസ് ആ റേഡിയസ് ഉള്ള കർവിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിലെ മാക്സിമം വാല്യൂ ആണ് എന്ത്, എം ആർ. അങ്ങനെയാണെങ്കിൽ മോഡ് മാഗ്നിറ്റ്യൂഡ് nth ഡെറിവേറ്റീവ് ഓഫ് n at z naught always less than or equal to n factorial into m r divided by r power n ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ. ഒരു സിമ്പിൾ പ്രൂഫ് ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതാം. സെന്റർ z naught, ഞാൻ സെന്റർ z naught ഒരു ആർബിട്രറി സർക്കിൾ വരച്ചു. ഇതാണ് സെന്റർ z naught, റേഡിയസ് r ആണ്. ഇനി ഈ പോയിന്റിലുള്ള മാക്സിമം വാല്യൂ എഫ് ഓഫ് സെഡിന്റെ മാക്സിമം വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് എം ആർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. മാക്സിമം വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിനോട് ഈക്വലോ അല്ലെങ്കിൽ ചെറുതോ ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് എം സഫിക്സ് ആർ എന്നാണ്. എം ആർ ദാറ്റ് ഈസ് ആർ റേഡിയസ് ഉള്ള സർക്കിളിലെ മാക്സിമം വാല്യൂ എം സഫിക്സ്, ഇതൊരു നമ്പറാണ്. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഡാറ്റ എന്താണ്, that is magnitude of nth derivative of f at z naught always less than or equal to n factorial into mr divided by r power n. ഈ r എന്താണ്, റേഡിയസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോകാം. നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് സെഡ് ഈ റീജിയണിൽ അനലിറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ എം ആർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോഷി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം അല്ലെ. z നോട്ട് ഓക്കെ, z നോട്ട് സെന്റർ ആയിട്ടുള്ള സർക്കിളാണ്. ദാറ്റ് ഈസ് പ്രൂഫ്, കംപ്ലീറ്റ് പ്രൂഫ് ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് പ്രൂഫ് given that f of z is analytic അല്ലെ, inside and on a positively oriented circle CR, centered at z naught and with radius capital R. ഇത്രയും കാര്യം തന്നിട്ടുണ്ട് അല്ലേ. Then by Cauchy integral formula ഉപയോഗിച്ച്, എന്താണ് Cauchy integral formula? That is closed integral over C f of z divided by z minus z naught whole power n into dz. This equal to 2 pi I divided by n factorial nth derivative of f of at z naught എന്ന് എഴുതാം. നമുക്ക് ഈ ഒരു ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റയാണ് nth ഡെറിവേറ്റീവ് ഓഫ് അറ്റ് z naught ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇത് ഇവിടെ നിർത്തി ബാക്കിയെല്ലാം ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും, ദാറ്റ് ഈസ് nth ഡെറിവേറ്റീവ് ഓഫ് z ദിസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ n ഫാക്ടോറിയൽ ന്യൂമറേറ്ററിലും 2 pi I എന്നുള്ളത് ഡിനോമിനേറ്റർ വരും. ബാക്കി എന്തുണ്ട്, ഇന്റഗ്രൽ ഓവർ C എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഹോൾ പവർ n. എന്താണ് ഈ z, ഏതാണ് ഈ z പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കർവിലെ പോയിന്റ്സ് ആണ് അല്ലെ. z പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവിലെ പോയിന്റ്സ് ആണ് z മൈനസ് z നോട്ട് പറഞ്ഞാൽ ഈ എപ്പോഴും ഈ കർവിലെ പോയിന്റ്സ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ z മൈനസ് z നോട്ട് എന്ത് വരും, ദാറ്റ് ഈസ് ഞാൻ അതിന്റെ തൊട്ട് മുന്നേ രണ്ട് സൈഡും ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ പോകും. ഇതൊരു ഇക്വേഷൻ, നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആയത്, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഫോർമുല ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഞാൻ രണ്ട് സൈഡും എന്ത് ചെയ്തു, ദാറ്റ് ഈസ് nth ഡെറിവേറ്റീവ് ഓഫ് അറ്റ് z നോട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും എടുക്കേണ്ടി വരും അല്ലേ. ദാറ്റ് ഈസ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 pi I into closed integral over C f of z divided by z minus z naught whole power n dz. എന്താണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ടേമാണ്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 pi I അല്ലേ into നെക്സ്റ്റ് ക്ലോസ് ഇന്റഗ്രൽ ഓവർ C f of z divided by z minus z naught whole power n dz. ഇങ്ങനെ n ഫാക്ടോറിയൽ പോസിറ്റീവ് ആണ് അല്ലേ. n ഫാക്ടോറിയൽ പറഞ്ഞ ഒരു നമ്പർ ആണ് അല്ലേ, പോസിറ്റീവ് നമ്പർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെ കിട്ടുക. 2 പൈയുടെയോ 2 പൈയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ 2 പൈ, കാരണം 2 പോസിറ്റീവ് ആണ്, പൈ പോസിറ്റീവ് ആണ്, i നമുക്ക് അറിഞ്ഞൂടാ.
അപ്പോൾ ഇതിനെ ഐയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? ഐയുടെ മാഗ്നിറ്റ്യൂഡ് ഐ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 + 1i അല്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ √0² + 1 ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. therefore നമുക്ക് ഇതിനെ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2π എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഒഴിവാക്കാം. മാഗ്നിറ്റ്യൂഡ് എടുത്തുകൊണ്ട് ഇവിടെ എന്ത് ഐ ഇവിടെ നിന്ന് പോയി അല്ലേ? ബാക്കി എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് z0 ഹോൾ പവർ n. ഹോൾ പവർ n അല്ലല്ലേ, n+1 ആയിരുന്നില്ലേ? ഹോൾ പവർ n+1 ആയിരുന്നു. നമ്മുടെ ഇക്വേഷനിൽ എപ്പോഴും n+1 ആണ്. ഇവിടെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. n+1 ആണ് ഇവിടെ, അതുകൊണ്ട് n+1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ n+1. നെക്സ്റ്റ് therefore ഇവിടെ n+1, ഇവിടെയും n+1. ഓക്കെ, ഇൻറ്റു ഡി സെഡ് ഇങ്ങനെയായി മാറി. നമ്മളൊരു പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലോ അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിലോ എവിടെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. മോഡ് എഫ് ഓഫ് സെഡ് ഡി, ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് ഡി സെഡ്, this is always less than or equal to integral mod f of z dz. അപ്പോൾ ഇവിടെ ഈ ഇന്റഗ്രലിന്റെ പുറത്താണ് ഇവിടെ മോഡ് കിടക്കുന്നത്. അത് അകത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? which is less than or equal to അല്ലേ? ബാക്കി n ഫാക്ടോറിയൽ ബൈ 2πi ഉണ്ടാവില്ല അല്ലേ? ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആയതുകൊണ്ട് ഐ നമ്മൾ 1 ആക്കി എഴുതിയിട്ടുണ്ട്. ബാക്കി എന്തുണ്ട്? ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി. നെക്സ്റ്റ് മോഡ് f of z divided by z minus z0 whole power n+1 dz ആയി. ഓക്കെ, പക്ഷേ നമുക്കറിയാം എഫ് ഓഫ് സെഡ് മാക്സിമം വാല്യൂ എന്താണ്? എഫ് ഓഫ് സെഡിന്റെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് മോഡ് എഫ് ഓഫ് സെഡ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mr എന്ന് തന്നിട്ടുണ്ട്. therefore നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇത് ഇതിനേക്കാൾ വലുതാണ്. therefore നമുക്ക് വീണ്ടും നമുക്ക് എഫ് ഓഫ് സെഡിനെ മാറ്റിയിട്ട് mr കോൺസ്റ്റന്റ് എഴുതാം. ദാറ്റ് ഈസ് 2π, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2π ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി. ഇവിടെ mr മോഡ് എഫ് ഓഫ് സെഡിന് പകരം mr ഡിവൈഡഡ് ബൈ താഴെ മോഡ് ഉണ്ടായിരിക്കും അല്ലേ? z മൈനസ് z0 ഹോൾ പവർ n+1 dz. ഓക്കെ, ആ mr-നെ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റാ, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2π. നെക്സ്റ്റ് mr, ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ഓവർ സി mr 1 ഡിവൈഡ് ബൈ z മൈനസ് z0 ഹോൾ പവർ n+1 dz. ഇനി z മൈനസ് z0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് നമ്മുടെ കർവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് z വാല്യൂസ് ചെയ്ത് അല്ലേ? ഇതാണ് z വാല്യൂസ്. നെക്സ്റ്റ് z0 പറഞ്ഞ സെന്റർ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ് എത്രയാണ്? ദാറ്റ് ഈസ് r, ക്യാപിറ്റൽ R ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ r പവർ n+1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2π mr. നെക്സ്റ്റ് ഇന്റഗ്രൽ ഓവർ സി 1 ഡിവൈഡഡ് ബൈ r പവർ n+1 dz അല്ലേ? ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2π. നെക്സ്റ്റ് 1 ഡിവൈഡ് ബൈ r പവർ n+1. നെക്സ്റ്റ് mr ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് mr. ബാക്കി ഇന്റഗ്രൽ ഓവർ സി dz വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറിയിപ്പോ. മാഗ്നിറ്റ്യൂഡ് ഒന്നുമില്ല ഇപ്പോൾ അല്ലേ? പക്ഷെ ഇതെന്താണ്? നമ്മുടെ സർക്കിൾ ഏതായിരുന്നു? മോഡ് z മൈനസ് 1 ബൈ z0 ഈക്വൽ ടു r. ഇത് നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് റേഡിയസ് r-ഉം അതുപോലെ തന്നെ സെന്റർ z0-ഉമായിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ തരുന്ന പഠിച്ചിട്ടുണ്ട്. z0 പ്ലസ് r e raised to I theta അല്ലേ? ഇതാണ് സർക്കിളിന്റെ പോളാർ ഇക്വേഷൻ. therefore നമുക്ക് എന്ത് ചെയ്യാം? പോളാറിലേക്ക് കംപ്ലീറ്റ് മാറ്റാം. ദാറ്റ് ഈസ് തീറ്റയുടെ ലിമിറ്റ് എന്താ? dz ഡിവൈഡ് ബൈ d തീറ്റ എങ്ങനെ എഴുതാം? നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. dz ഇവിടെ തീറ്റയാണ് വാരി ചെയ്യുന്നത് അല്ലേ? സർക്കിൾ ആണെങ്കിൽ അതിന്റെ ആംഗിൾ ആണ് വാരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് dz ഡിവൈഡ് ബൈ d തീറ്റ എന്ത് വരും? ദാറ്റ് ഈസ് r ഇൻറ്റു e raised to I theta ഇൻറ്റു d തീറ്റ എന്ന് വരും അല്ലേ? I theta ഇൻറ്റു d തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു dz r into e raised to I theta. That is dz equal to r into e raised to I theta
ഡി തീറ്റ, ഇവിടെ ഐയും കൂടി വരും അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഐ ഇൻറ്റു ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ കംപ്ലീറ്റ് മാറ്റാം, നമുക്ക് കംപ്ലീറ്റ് മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തുക, പിന്നീട് പറയാം എന്താണ് മാറ്റം വരുത്തുക എന്നുള്ളത് പിന്നീട് പറയാം. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 π, നെക്സ്റ്റ് എം ആർ ഡിവൈഡഡ് ബൈ ആർ പവർ n പ്ലസ് 1 ഇന്റഗ്രൽ 0 to 2 π, നെക്സ്റ്റ് ഡി സെഡ് എന്താണ് ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ ദാറ്റ് ഈസ് വിച്ച് ഈസ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലേ, ഇപ്പോഴും ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ ഇപ്പോഴും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, കാരണം ഈ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ലാസ്റ്റ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നവരെ ചെയ്ത് കഴിയുന്നവരെ ഈ മാഗ്നിറ്റ്യൂഡ് കൊണ്ടുവരണം. ദാറ്റ് ഈസ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ഇൻ ടേംസ് ഓഫ് പോളാറിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് ഡി സെഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ ഐ ഉണ്ട് അല്ലേ, that's equal to n factorial divided by 2 pi am r divided by r power n plus 1. ഇവിടെ I യുടെ മാഗ്നിറ്റ്യൂഡ് എന്താ, ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, അതുകൊണ്ട് ഇന്റഗ്രൽ 0 to 2 pi r into e raised to I theta d theta എന്ന് എഴുതി. ഓക്കെ, that equal to നമുക്ക് വേണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇവിടെ എന്ത് ചെയ്യാം, e raised to I theta യുടെ മാഗ്നിറ്റ്യൂഡ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, e raised to I theta പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, cos theta plus I into sin theta ആണ്. അപ്പോൾ e raised to I theta യുടെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ that is cos square theta plus sin square theta അല്ലേ, e raised to I theta യുടെ മാഗ്നിറ്റ്യൂഡ് that's equal to 1 ആണ്. therefore ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. that's equal to ആൻസർ എന്തായി, less than or equal to n factorial 2 pi am r divided by r power n plus 1 integral 0 to 2 pi r into മോഡ് ആർ ഇൻറ്റു ഡി തീറ്റ എന്നായി. ആർ എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലേ, ആർ റേഡിയസ് ആണ്, therefore ഇതിനെ ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 പൈ, നെക്സ്റ്റ് ഈ ആറും ഇതിലെ ഒരു ആറും ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്ത് വരും, എം എൻ ഡിവൈഡ് ബൈ ആർ പവർ n. നെക്സ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും ഇന്റഗ്രൽ 0 to 2 പൈ ഡി തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 2 പൈ എന്ന് വരും. ആ 2 പൈ ഈ 2 പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്താ ഉള്ളത്, ദാറ്റ് ഈസ് ബാക്കിയുള്ള ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ പവർ n ഇൻറ്റു എം ആർ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ വൃത്തിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നുകൂടി എഴുതി നോക്കാം, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്യാം. ഓക്കെ, ഇനി ചെറിയ രണ്ട് ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഈസ് ലിയോവില്ലെ തിയറം, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഈ രണ്ട് ടോപ്പിക് നമുക്ക് എന്താ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.